ഗായ്സ്, അങ്ങനെ രാവിലെ ക്ലാസ്സിലേക്ക് പോവാണ് ഗായ്സ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കോളേജ്. മീൻസ് ഒരു 10 സ്റ്റെപ്പ് എടുത്താൽ ഞങ്ങളുടെ കോളേജ്. പിന്നെ അവിടെ പോയി പിന്നെ പിള്ളേരൊക്കെ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ബാഗ് ഉണ്ടാക്കി, പേപ്പർ ബാഗ്, പിന്നെ ഇങ്ങനെ തോരണമൊക്കെ ഉണ്ടാക്കിയിട്ടു ഗൈസ്. അത് ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ട് സെറ്റാക്കി ഇട്ടു. പിന്നെ TM ഒക്കെ എഴുതാൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങാറായപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇത് ശില്പേച്ചിയുടെ അല്ല, ഇത് എന്റെയാണ്. ഇത് ഹിമയുടെ, ഞാൻ ഉണ്ടാക്കിയത്. നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഉച്ചയായപ്പോൾ ഡേ സ്കോളേഴ്സ് നല്ല ഫുഡ് കൊണ്ടുവരുക. അതും മീൻ വറുത്തതും നല്ല മോരും നല്ല അച്ചാറും അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അവർ ഭയങ്കര സ്നേഹമായിരുന്നു ഗൈസ്. വായി വെച്ച് തിന്നു ഗൈസ്. എന്ത് പറ്റിയെന്നറിയില്ല, ചേച്ചിമാരും അമ്മമാരും ആയതുകൊണ്ടാണ് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സീതിച്ചിട്ട് കലാവിരുദ്ധകളായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരെയും വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിൻട്രസ്റ്റിൽ നോക്കി നല്ല ക്ലാസ് ഫോട്ടോ ഒക്കെ വരക്കും. പിന്നെ ഒരു കഴിവേർ തന്നെയാണ് ഗൈസ് സീതിച്ചി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് എടുത്തു നോക്കുമായിരുന്നു ഓരോരുത്തർ. ആദ്യം കാർത്തിക ചേച്ചി എടുത്തു. പിന്നെ 4 മണിയായപ്പോൾ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു മെസ്സിൽ നിന്ന്. അതൊക്കെ കഴിച്ച് ചോറും എടുത്ത് നേരെ ഹോസ്റ്റലിലേക്ക്. ഞാൻ ഹോസ്റ്റൽ അടുത്താണ് ഗൈസ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ ഹോസ്റ്റലും കോളേജും കാണാൻ പറ്റും. TTI കോളേജ് തന്നെയാണല്ലോ, അപ്പോൾ അടുത്ത് തന്നെ വേണമല്ലോ. പിന്നെ ശില്പേച്ചി ഇന്ന് വീട്ടിൽ പോവാണ് ഗൈസ്. അങ്ങനെ ശില്പേച്ചിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, ഞങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചാലോ എന്നൊരു മോഹം. അങ്ങനെ പഞ്ചസാര എടുത്തു, ബ്രൂ എടുത്തു, പിന്നെ കെറ്റിലൊക്കെ കഴുകിക്കൊണ്ട് വന്നു. അങ്ങനെ കെറ്റിലിൽ കാപ്പി തിളപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ബ്രൂ ഒക്കെ പൊട്ടിച്ചിട്ടു. പിന്നെ വെള്ളം തിളച്ച അതിനകത്തേക്ക് ബ്രൂ ഇട്ടു, 2ാമത്തെ പാക്കറ്റ് ഇട്ടു. അങ്ങനെ കാപ്പി തിളച്ചു ഗൈസ്. അത് പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആറ്റി വെക്കുകയാണ്. ആറ്റി വെച്ച് മധുരം കുറച്ചുകൂടെ വേണമായിരുന്നു ഗൈസ്. അതുകൊണ്ട് കുറച്ചുകൂടെ മധുരം ഇട്ടു. അതിന് ഓരോരുത്തർക്കും കൊണ്ട് കൊടുത്തു ഗൈസ്. ആമിക്ക് കൊടുത്തപ്പോൾ അമ്മയുടെ നാക്ക് പൊള്ളിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാനാ പാവം. അത് കഴിഞ്ഞ് ക്രിസ്റ്റുവിന് കൊടുത്തു. പിന്നെ ഞങ്ങൾ കാവ്യക്കൊക്കെ കൊണ്ട് കൊടുത്തു. ഞങ്ങളുടെ കാപ്പി കൊണ്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ മിച്ചറും ബിസ്ക്കറ്റും കാപ്പി എടുത്ത് ഒരു സിനിമ കാണാമെന്ന് വെച്ചു. അങ്ങനെയൊക്കെ സിനിമയൊക്കെ കണ്ടു. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.